Dear students, which of the following is a mortality indicator? Options: life expectancy, notification rate, DALI, bed turnover ratio. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരണ എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡാലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കൃത്യമായിട്ടും കേൾക്കാത്ത ആൾക്കാർ കേൾക്കണം. അപ്പോൾ ഇവിടെ ലൈഫ് എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ. ലൈഫ് എത്ര നാൾ പോകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു ലിമിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മോർട്ടാലിറ്റി ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ മോർട്ടാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം. അപ്പോൾ മരണം എത്ര വരെ പോകാം? ഇപ്പോൾ 75 വയസ്സ് വരെ ഒരാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 75 ആണെന്നുണ്ടെങ്കിൽ 75ാമത്തെ വയസ്സാവുമ്പോഴത്തേക്കും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു രാജ്യത്തിനെ ബന്ധപ്പെട്ടോ ഒരു സ്റ്റേറ്റിനെ ബന്ധപ്പെട്ടോ ഒക്കെ പറയാറുണ്ട്. മനസ്സിലായല്ലേ? ആ രീതിയിലാണ് അത് വെച്ചിരിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ആൾക്കാർ മരിക്കുന്ന ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ആവറേജ് എത്ര വയസ്സിലാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ മരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതാണ് ആ ഏരിയയിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത്. അതേസമയം മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇതൊന്നുമല്ല വേറെ പല കാര്യങ്ങൾ വരാം. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ വരുന്ന മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് ഡെത്ത് റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതേപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചിലയിടത്ത് ഞാനിപ്പോൾ റേറ്റ് പറഞ്ഞു, ചിലയിടത്ത് റേഷ്യോ പറഞ്ഞു. എന്താണ് ഈ റേറ്റും റേഷ്യോ ഒക്കെ തമ്മിലുള്ള വ്യത്യാസം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റും റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 1000 ലൈവ് ബർത്ത് നടക്കുന്നതിനകത്ത് എത്ര കുട്ടികൾ മരണപ്പെടുന്നു, എത്ര ഇൻഫൻറ്റ് മരണപ്പെടുന്നു? അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ലൈവ് ബർത്ത് നടക്കുന്നതിൽ എത്ര ഡെത്ത് നടന്നു, ഓക്കെ? അങ്ങനെ 2 ഡിഫറെൻറ്റ് കാര്യങ്ങൾ കമ്പയർ ചെയ്തെടുക്കുന്നതിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആ ഡെത്ത് എന്ന് പറഞ്ഞ സാധനം എടുക്കുന്നു. 1008 പേര് മരിച്ചു എന്ന് കരുതുക. അങ്ങനെയല്ല, ഞാൻ പറയുകയാണ്. 1008 പേര് മരിച്ചു. ഈ 8 പേര് മരിച്ചത് കാർഡിയോളജിക്കൽ ഇഷ്യൂ ആയിട്ടും അതേപോലെ റെസ്പിറേറ്ററി ഇഷ്യൂ ആയിട്ടുമാണെന്ന് കരുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ കാർഡിയോളജി ഇഷ്യൂ ആയിട്ട് മരിച്ച ആൾക്കാർ ഇത്തിരി കൂടുതലാണ്. റെസ്പിറേറ്ററി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് മരിച്ച ആൾക്കാർ ഇത്തിരി കുറവാണ്. അതിൻ്റെ ഒരു റേഷ്യോ, ആ ഒരു കമ്പാരിസൺ, അതിനകത്തൊരു കമ്പാരിസൺ പറയുകയാണ്. 3:2 റേഷ്യോ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് 5 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 3 പേരും മരിച്ചിരിക്കുന്നത് റെസ്പിറേറ്ററി ഇഷ്യൂ കൊണ്ടാണ്, 2 പേരും മരിച്ചിരിക്കുന്നത് കാർഡിയാക് ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ ഒരേ യൂണിറ്റിലുള്ള ഒരേ വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റേഷ്യോ ഉപയോഗിക്കുന്നത്. 2 ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് റേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിടിയില്ലേ? അപ്പോൾ അവിടെ 1:1 റേഷ്യോയിലാണ് മരണപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 5 പേര് അല്ലെങ്കിൽ 8 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 4 ആൾക്കാർ മരിച്ചിരിക്കുന്നത് റെസ്പിറേറ്ററി ഇഷ്യൂ കൊണ്ടും 4 ആൾക്കാർ മരിച്ചിരിക്കുന്നത് കാർഡിയാക് ഇഷ്യൂ കൊണ്ടുമാണെന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഒരു കമ്പാരിസണെ നമുക്ക് റേഷ്യോ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ അടുത്ത അറിയേണ്ടത് നോട്ടിഫിക്കേഷൻ റേറ്റ് ആണ്. ഈ നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻഡിക്കേറ്റർ ആണ് എന്ന് ചോദിക്കാം. അത് സർവേലൻസിൻ്റെ ആണ്. സർവേലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒരു കണ്ടിന്യൂസ് സ്ക്രൂട്ടണിയാണ്, സൂക്ഷ്മ പരിശോധന നടത്തുന്നതാണ്. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതാണ്, അല്ലേ? പല സ്ഥലങ്ങളിലും സർവേലൻസ് നടത്തുന്നു, അല്ലേ? അപ്പോൾ അവിടെ രോഗം ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നു. ആ നോട്ടിഫിക്കേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവേലൻസിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഇനി ഡാലി നമ്മൾ ഇന്നലെ പറഞ്ഞു. ഡാലി മീൻസ് ഡിസബിലിറ്റി അഡ്ജസ്റ്റർ ആണ്. ഡിസബിലിറ്റി ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഒരു കമ്മ്യൂണിറ്റിയിൽ ഡാലി കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസീസ് ബർഡൻ കൂടുതലാണ്, ഡിസീസ് രോഗാവസ്ഥ കൂടുതലാണ്. ഇതേ നേരെ തിരിച്ച് പറയുമ്പോഴാണ് ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ. ഹെൽത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അയാൾ ഹെൽത്തിയാണ്, ഫുൾ ഹെൽത്തി
ഹെൽത്തായിട്ടാണ് പുള്ളി ജീവിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ബെറ്റർമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും, അവിടുത്തെ ഹെൽത്ത് സ്റ്റാറ്റസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാലിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അവിടുത്തെ ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എത്ര ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ ഉണ്ട്, ഡോക്ടർ നേഴ്സ് റേഷ്യോ ഉണ്ട്, അതേപോലെ എത്ര സബ് സെൻറ്റർ പെർ പോപ്പുലേഷൻ ഉണ്ട്, എത്ര PHC പെർ പോപ്പുലേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൂടെ ഡാലി കൂടുതലാണ്, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അളവ് കൂടുതലാണ് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൻ്റെ നമ്പർ കൂട്ടേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ 5000 പോപ്പുലേഷൻ ഒരു സബ് സെൻറ്റർ വെച്ചിരിക്കുന്നത് അത് 2000 പോപ്പുലേഷൻ ഒരു സബ് സെൻറ്ററായിട്ട് ഉയർത്താൻ കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ വികസനമാണ് സൂചിപ്പിക്കുന്നത്. അതിനനുസരിച്ച് പോപ്പുലേഷന് ആ സർവീസ് ആക്സസ് ആവുകയും ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് വരുന്നത് പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് എത്ര നാൾ കഴിഞ്ഞ് എത്ര നാളുകൾക്ക് ശേഷമാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലിക്കേഷൻസിൻ്റെ നമ്പരും കൂടും അല്ലേ? അങ്ങനെയല്ലേ? അതേപോലെ തന്നെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇതേപോലെ നോക്കുന്ന വേറൊരു ഇൻഡിക്കേറ്ററാണ് യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് തന്നെ പറയുന്ന ബെഡ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്ററാണ്. എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ IP കുറവാണ് അല്ലേ? അപ്പോൾ 200 ബെഡുണ്ട്, അവിടുത്തെ IPs എന്ന് പറയുന്നത് 100 ഉള്ളൂ അല്ലെ 70 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന സംഭവം വളരെ കുറഞ്ഞ് നിൽക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ എത്ര പേരെടുക്കുന്നു, ഫാമിലി പ്ലാനിങ് ടെക്നിക്സ് എത്ര പേര് ഉപയോഗിക്കുന്നു, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ധാരണ വന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ JPHN JHI പോലുള്ള JPHനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2 DME ആൻഡ് DHS ഒരുമിച്ച് വിളിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, സോഷ്യൽ മെഡിസിൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ പരീക്ഷ വരുന്ന സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് ചിലപ്പോൾ ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഒരു PG ലെവലിൽ ഉള്ള ആൾക്കാർ എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറച്ചാണ് ചോദിച്ച് കാണുന്നത്. കുറേ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊന്നും ആരും കരുതരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ, കൺസെപ്റ്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളുമൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.